ഒന്ന് ബി ക്ലാസ്സിലെ അൽഷാൻ എത്രയും പെട്ടെന്ന് ബാക്ക് സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ 2K25 മൽഹാർ 119ാമത് MAALP സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. മക്കരപ്പറമ്പിൻ്റെ ഹൃദയത്തിൽ നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യവുമായി നിറഞ്ഞു നിൽക്കുന്ന അക്ഷരത്തുരുത്ത്, തലമുറകൾക്ക് മാർഗദീപം നൽകിയ വിദ്യാലയം MAALP സ്കൂളിൻ്റെ 119ാമത് വാർഷികാഘോഷം മൽഹാർ 2K25ൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ചടങ്ങിൻ്റെ ഔപചാരികമായ സ്വാഗത ഭാഷണത്തിനായി സ്കൂളിൻ്റെ പ്രഥമാധ്യാപികയായ ശ്രീമതി രാധിക ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. 119 വർഷങ്ങളുടെ സുവർണ ചരിത്രമുള്ള വിദ്യാലയം MAALPS മക്കരപ്പറമ്പ് നേട്ടങ്ങളും അക്കാദമിക പ്രക്രിയയിലുണ്ടായ പുരോഗതിയും മറ്റു സന്തോഷാനുഭവങ്ങളും മനസ്സിലോർത്തുകൊണ്ട് ഈ നിറഞ്ഞ സദസ്സിന് മുൻപിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഓരോ വാർഷികാഘോഷവും ഓരോ ഓർമ്മപ്പെടുത്തലാണ്, ഇനിയും മുന്നേറാനുള്ള ഊർജം തരുന്നവയാണ്. മികച്ച പങ്കാളിത്തത്തോടെ ഈ വാർഷികാഘോഷം നടക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾ വിദ്യാലയത്തിനും സമ്മാനിച്ച നേട്ടങ്ങളും ഒരുമയോടെ നേരിട്ട പ്രതിസന്ധികളെയും ഓർക്കേണ്ടതുണ്ട്. PTA നിർലോഭമായ സഹകരണം ലഭിക്കുന്നത് വിദ്യാലയ മികവിന് ശോഭ കൂട്ടുന്നു എന്ന കാര്യം സന്തോഷകരമായതാണ്. ഈ വിദ്യാലയത്തിൻ്റെ 119ാം വാർഷികാഘോഷം ഭംഗിയാക്കുവാൻ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിലേക്ക് ബഹുമാന്യനായ PTA പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിം സാറിനെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിട്ടുള്ളത് മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നുഹ്മാൻ ഷിബ്ലിയാണ്. അദ്ദേഹത്തെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിദ്യാലയത്തിൻ്റെ ഏതൊരു കാര്യത്തിനും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള വാർഡ് മെമ്പർ ശ്രീമതി സുഹറയെ വളരെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ വാർഡ് മെമ്പർ ശ്രീ രാംദാസിനെയും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. വിദ്യാലയത്തിൻ്റെ മാനേജർ ശ്രീ ബസീർ സാഹിബിനും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. PTA വൈസ് പ്രസിഡന്റ് ശ്രീ ജാഫർ അവർകളെയും ഈ ചടങ്ങിലേക്ക് സന്തോഷം സ്വാഗതം ചെയ്യുന്നു. കലാവിരുന്നൊരുക്കുവാൻ എത്തിയിട്ടുള്ള കൊച്ചു കൂട്ടുകാർ, അവർക്കെല്ലാ പിന്തുണയും നൽകി അവരോടൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, എൻ്റെ സഹപ്രവർത്തകർ, നാട്ടുകാരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ വേദിയിലേക്ക് അതിഥിയായി എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ഹനീഫ പെരിഞ്ചേരി അവരെ സസന്തോഷം ഈ വാർഷികാഘോഷ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വാർഷികാഘോഷം ഭംഗിയാക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഈ സ്ഥലം വിട്ടു നൽകിയ ശ്രീ ജലീൽ അവറുകളെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുക. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ മഹനീയമായ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ ചടങ്ങ് കാര്യക്ഷമമായ നടത്തുന്നതിലേക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുവാൻ PTA പ്രസിഡൻ്റായ ശ്രീ ഇബ്രാഹിമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സുബിലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ ഇനിയിപ്പോൾ പിന്നെ പറയാം. നീ കയറിയോ സുബിലേ, സംസാരമൊക്കെ. ഈ 119ാം വാർഷിക ആഘോഷത്തിൻ്റെ
അധ്യക്ഷൻ ബഹുമാന്യനായിട്ടുള്ള KP ഇബ്രാഹിം PTA പ്രസിഡന്റ്, ഇവിടെ സ്വാഗതം പറഞ്ഞ ബഹുമാന്യയായിട്ടുള്ള HM ശ്രീമതി രാധിക ടീച്ചർ, ഇവിടെ സംസാരിക്കുന്നതിന് വേണ്ടിയും ആശംസകൾ അറിയിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യയായിട്ടുള്ള മെമ്പർ സുഹ്റ കുഴിയേങ്ങൽ, രാംദാസ് AP, സ്കൂളിൻ്റെ മാനേജർ ബഹുമാന്യനായിട്ടുള്ള ബഷീർ വെങ്കിട്ട, ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് അനീഫ പെരിഞ്ചേരി സാഹിബ്, PTA വൈസ് പ്രസിഡന്റ് ജാഫർ കുഴിയേങ്ങൽ, ഇവിടുത്തെ അധ്യാപകൻ ഹബീബ് നാലകത്ത്, അതുപോലെ ഈ ചടങ്ങ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിലെ ബഹുമാന്യരായിട്ടുള്ള അധ്യാപകന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഒരു ചടങ്ങിൽ കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്നറിയാം. കാരണം ഇവിടെ നടക്കാനിരിക്കുന്ന പരിപാടികൾ നമ്മുടെ കുട്ടികളുടെ അവരുടെ ജീവിതത്തിലെ ഒരു സന്തോഷ നിമിഷങ്ങൾ ഇവിടെ ആഘോഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. പേരിന് മാത്രം ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളൊക്കെ ഇതിൽ ഓടിക്കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന അതല്ലെങ്കിൽ അവിടെ അപ്പുറത്ത് നിൽക്കുന്ന രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ മുതിർന്നവർ, നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തു പോയ അതല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ നമുക്കുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്തു പോകാറുണ്ടാവും. ഇനിയും നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ, ഇനിയും ചെറിയ മക്കളായിട്ട് നമ്മൾ മാറിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും. ഒരു ടെൻഷനില്ല, ആലോചനകളില്ല, വേറെ പ്രയാസങ്ങളില്ല, സന്തോഷത്തിന് മാത്രം. ഇനി എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടായാൽ അത് കരഞ്ഞു തീർത്താൽ തീരാവുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കരഞ്ഞാലോ അതല്ലെങ്കിൽ വേറെ ഒരാളോട് പറഞ്ഞാലോ തീരാത്ത പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും നല്ല അനുഭവം കൊടുക്കാൻ അതിന് പറ്റിയ ഒരു വേദിയാണ് ഈ വാർഷികാഘോഷം. നമ്മളെ ജീവിതത്തിലെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഓർമ്മയിൽ നമ്മുടെ സ്കൂളിൻ്റെ സ്റ്റേജിലിരുന്നു കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയതൊക്കെ നമ്മൾ അറിയാതെ പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. തീർച്ചയായും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരമാവധി അവർക്ക് ഈ നേരത്തെ ഇപ്പോൾ തൊട്ട് മുമ്പ് ഇവിടെ നമ്മുടെ UKG LKG കുട്ടികളുടെ ഡാൻസ് കളിച്ചു. അതിന് കുറച്ച് നേരത്തെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരിവിടെ ഡാൻസ് കളിച്ചോട്ടെ, അവർ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടിലാണ് അവർ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ശരിയാണ്, അവർക്ക് ഉറങ്ങാൻ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ മോന് ഇതുപോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. മോനൊരു പെരിന്തൽമണ്ണ ISSൽ വെച്ചിട്ട് മോനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പോൾ 1ാം ക്ലാസ് പഠിക്കുന്ന മോനാണ്. അവിടെ ആ പ്രോഗ്രാം അവസാനിക്കുന്നത് 1 മണിക്കാണ്. അന്ന് ഞാൻ നാട്ടിലില്ല, ഞാനില്ലാത്തത് കൊണ്ട് വേറൊരാളെ ഏൽപ്പിച്ചു. പിന്നെ ഉപ്പ കൂടെ പോയി. ആ 1 മണി 1:30 മണി വരെ നമ്മൾക്ക് ബേജാറായിരുന്നു. എന്തോ ഒരു ടെൻഷൻ, അവൻ എപ്പോഴെത്തും, വീട്ടിലേക്ക് എത്തുമോ, ഇപ്പോൾ എത്തുമോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷേ ആ 1:30 മണിയായിട്ടും അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ കഥ പറയാൻ പിന്നെ അരമണിക്കൂർ എടുത്തു എന്നാണ്. ഞാൻ ഇല്ലായിരുന്നു, എന്നാലും എൻ്റെ വൈഫ് പറഞ്ഞത് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൻ ഉറങ്ങുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും നല്ല അനുഭവം കൊടുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിച്ച് ഇവിടെ സംസാരിക്കുന്നില്ല. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ഒരു മാറ്റത്തിനനുസരിച്ച് മുന്നേറാൻ പറ്റിയ ഒരു നല്ല സ്കൂളാണ്. എല്ലാ അർത്ഥത്തിലും മക്കരപ്പറമ്പിൻ്റെ ഹൃദയഭാഗത്ത്, മക്കരപ്പറമ്പിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ടായ ആളുകളുടെ പൂർവ്വ വിദ്യാർത്ഥികളുള്ള, സമ്പത്തുള്ള, ഒരു നല്ല മാനേജ്മെൻറ്റുള്ള, നല്ല അധ്യാപകരുള്ള ഒരു നല്ല സ്ഥാപനം. ആ സ്ഥാപനത്തിന് ഇനിയും ഉയർച്ചകൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ അതിൻ്റെ ആ സ്ഥാപനത്തിന് എങ്ങനെയൊക്കെയാണോ ഉയർച്ചയ്ക്ക് പ്രതീക്ഷിക്കുന്നത്, ബിൽഡിംഗ് അടക്കം എന്തൊക്കെയാണ് ഉയർച്ചയ്ക്ക് പ്രതീക്ഷിക്കുന്നത്, അതെല്ലാം എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ. അതിനുവേണ്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ആശംസാ ഭാഷണത്തിനായി മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ ശ്രീമതി സുഹ്റ കുഴിയേങ്ങൽ മാമിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ
പ്രിയങ്കരനായ കെ പി ഇബ്രാഹിം, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഷിബിലി മാസ്റ്റർ, അതുപോലെ ഇവിടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും, ടീച്ചേഴ്സ്, സ്കൂളിൻ്റെ മാനേജർ അനീഫാക്ക, പെരിഞ്ചേരി അനീഫ, അഡ്വക്കേറ്റ് ജാഫർ സാഹിബ്, മറ്റ് ടീച്ചേഴ്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ AMLP സ്കൂളിൻ്റെ 119ാമത്തെ ആഘോഷവേളയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ചടങ്ങിൽ അധികം സംസാരിക്കാനുള്ള ചടങ്ങൊന്നുമല്ല. അപ്പോൾ ചെറിയൊരു ചടങ്ങാക്കി മാത്രം പ്രസിഡന്റ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചെറിയൊരു ചടങ്ങ് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികളായ പ്രഗത്ഭരായ നമ്മുടെ കുഞ്ഞു മക്കളുടെ പരിപാടികളാണ് ഇവിടെ നടക്കാനുള്ളത്. അപ്പോൾ ഇവിടെ അതിൽ കുട്ടികളും പൂർവ്വ പഠിതാക്കളും രക്ഷിതാക്കളും എല്ലാവരുമുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. താങ്ക് യു മാം. ആശംസാ ഭാഷണത്തിനായി വാർഡ് മെമ്പർ ശ്രീ രാംദാസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നുഹ്മാൻ ഷിബിലി, ഇതിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ PTA പ്രസിഡന്റ് KP ഇബ്രാഹിം, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച സ്കൂളിൻ്റെ HM രാധിക ടീച്ചർ, അതുപോലെ സുഹ്റാബി കുഴിയേങ്ങൽ, ബഷീർ വെങ്കിട്ട, അഡ്വക്കേറ്റ് അനീഫ പെരിഞ്ചേരി, ജാഫർ കുഴിയേങ്ങൽ, സ്കൂളിൻ്റെ അധ്യാപകൻ കൂടിയുള്ള ഹബീബ് നാലകത്ത്, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നുള്ള നല്ലവരായ നാട്ടുകാരെ, സ്കൂളിലെ വിദ്യാർത്ഥികളെ, അധ്യാപകരെ. മക്കരപ്പറമ്പ് AMLP സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വിദ്യാലയമാണ് എന്നത് നമുക്കൊക്കെ അറിയാം. 112 വർഷത്തോളം പ്രായമുള്ളൊരു വിദ്യാലയം എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അവരുടെ ആദ്യ പാഠം പഠിച്ച വിദ്യാലയമാണിത്. നമുക്കൊക്കെ എന്താണ് സ്കൂള്? ഇന്നാണെങ്കിൽ നമുക്കറിയാം അംഗനവാടി ഉണ്ട്, അല്ലെങ്കിൽ LKG ഉണ്ട്, മറ്റ് ഒട്ടനവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് നമ്മൾ LP സ്കൂളിലേക്ക് എത്തുക. എന്നാൽ ആദ്യകാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പഠിക്കുമ്പോൾ ആദ്യം ഒരു വിദ്യാലയം എന്ന രീതിയിൽ നമ്മളൊക്കെ എത്തിയ സ്ഥാപനമാണ് ഇന്നത്തെ ഈ അങ്ങാടിയിലുള്ള AMLP സ്കൂൾ. തീർച്ചയായും നമുക്കറിയാം ഇന്ന് ഈ സ്കൂള് വലിയ പുരോഗതിയുടെ പാതയിലാണ്. അപ്പോൾ നേരത്തെ ഇവിടെ നമ്മൾ സ്കൂൾ മാനേജർ ബഷീറാക്കൊക്കെ സൂചിപ്പിച്ച സംസാരത്തിൽ നിന്ന് മനസ്സിലായത് നമ്മുടെ പുതിയ സ്കൂളിൻ്റെ ഏറ്റവും വലിയ സൗകര്യങ്ങളോടുകൂടിയുള്ള പുതിയ സ്കൂളായിട്ട് നമ്മുടെ സ്കൂളിനെ മാറ്റാൻ വേണ്ടി ഇവിടുത്തെ മാനേജ്മെൻറ്റ് വലിയ ശ്രമം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല രീതിയിലുള്ള റിസൾട്ട് വരാനും, അതോടൊപ്പം തന്നെ ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സ്കൂള് മാറിയിരിക്കുകയാണ്. തീർച്ചയായും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇന്നത്തെ ഈ ചടങ്ങ് നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. തീർച്ചയായും പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകാവുന്ന എല്ലാ സൗകര്യങ്ങളും മക്കരപ്പറമ്പ് സ്കൂളിന് നൽകാനും, ഏറ്റവും നല്ല പ്രധാനപ്പെട്ട നമ്മുടെ മക്കരപ്പറമ്പ് ടൗണിലെ കേന്ദ്രം എന്ന രീതിയിൽ തന്നെയുള്ള ഈ സ്കൂളിന് ഇനിയുമുള്ള കാലത്ത് നല്ല പുരോഗതിയും അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസ നേട്ടവും ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി നമ്മുടെ വിദ്യാലയത്തിൻ്റെ മാനേജറായ ശ്രീ ബഷീർ വെങ്കിട്ട അവരെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യായ യോഗാധ്യക്ഷൻ, നമ്മളുടെ MALP സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിം,
നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിച്ച മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ഷിബ്ലി മാസ്റ്റർ, വാർഡ് മെമ്പറായ എൻ്റെ പ്രിയങ്കരന സുഹൃത്ത് ശ്രീ രാമദാസ്, അഡ്വക്കേറ്റ് ശ്രീ അനീഫ പെരിഞ്ചേരി, PTA വൈസ് പ്രസിഡൻറ്റ് ശ്രീ സാദിഖ്, നമ്മുടെ മെമ്പറായ ശ്രീമതി സൂറ, മറ്റ് അധ്യാപകന്മാരെ, നമ്മളുടെ സ്വാഗതം ആശംസിച്ച ബഹുമാന്യായ HM ശ്രീമതി രാധിക, എൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരെ, കലാകാരികളെ, അമ്മമാരെ, അച്ഛന്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. സ്വാഗത പ്രസംഗത്തിലും അതുപോലെ ബഹുമാനായ പ്രസിഡൻറ്റും നമ്മുടെ മെമ്പറൊക്കെ പറയുകയുണ്ടായി. കഴിഞ്ഞ മാസം നമ്മളെ ടീച്ചറുടെ യാത്രയപ്പിന് ഒരുവിധ രക്ഷിതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും ഇവിടെ PTA MTA നമ്മളുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനേക്കാളും ഉഷാറാണ്. അവരെ ആ ഉഷാറ് കാണുമ്പോൾ നമ്മൾക്ക് അതിന് പിന്തിരിയാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ സ്കൂളിൻ്റെ സംഗതികളൊക്കെ വേഗത്തിൽ നടക്കുന്നു. നിങ്ങൾക്കറിയാം, പലപ്പോഴും പറയുന്നതാണ്, വിദ്യാഭ്യാസ വകുപ്പാണ്. നമ്മളും നിങ്ങളും ആരും വിചാരിച്ചാലും അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. ഏത് ഭരണകൂടം വന്നാലും അവിടെ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും അതുപോലെ തന്നെയാണ്. അതിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾക്കുള്ളത്. എന്നിരുന്നാലും അടുത്ത ജൂൺ ആകുമ്പോഴേക്കും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമ്മൾക്കുള്ളത്. അതിനുള്ള പേപ്പർ വർക്കുകൾ 2-3 ആൾക്കാർ അതിൻ്റെ പിന്നാലെ തന്നെയാണ് നടക്കുന്നത്. റിട്ടയറായ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ നമ്മൾക്ക് സപ്പോർട്ടുകളുണ്ട് എന്നും കൂടി അവസരത്തിൽ നിങ്ങളോട് എല്ലാവരും പറയുകയാണ്. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. അത് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ട്, ഇനിയും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നമ്മളെ വളർന്നു വരുന്ന നമ്മുടെ പിഞ്ചു മക്കളുടെ പരിപാടി കാണാനാണ്. ഏതായാലും 2 മണിയൊക്കെ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ മാക്സിമം വേഗത്തിൽ ഇതിൽ പരിപാടികളൊക്കെ എല്ലാ പരിപാടികളും വളരെ വൃത്തിയായിട്ട് നടത്തി ഇങ്ങനെ ഒരു സൗകര്യമൊക്കെ നമ്മൾക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ജലീൽ സാഹിബ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ നമ്മളെ സ്കൂളിന് വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും മക്കരപ്പറമ്പുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ സൗകര്യം ചെയ്തതിന് വളരെ സന്തോഷം. അതിന് അദ്ദേഹത്തോടും ഇതിൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്തതായി ആശംസാ ഭാഷണത്തിനായി വിദ്യാലയത്തിൻ്റെ PTA വൈസ് പ്രസിഡന്റായ ശ്രീ ജാഫർ കുഴിയങ്ങൽ അവറുകളെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ പരിപാടിയെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ഇബ്രാഹിം, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ഷിബ്ലി മാസ്റ്റർ, ഈ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞ മക്കരപ്പറമ്പ് MALP സ്കൂളിൻ്റെ പ്രധാനാധ്യാപിക രാധിക ടീച്ചർ, അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ മാനേജർ ബഹുമാന്യനായ ബഷീർ സാഹിബ്, അതുപോലെ തന്നെ വാർഡ് മെമ്പർ സുഹറ കുഴിയങ്ങൽ, 1-ാം വാർഡിൻ്റെ മെമ്പർ രാംദാസ്, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അതിഥിയായി എത്തിയ അഡ്വക്കേറ്റ് അനീഫ സാഹിബ് പെരിഞ്ചേരി, ഈ സ്കൂളിലെ അധ്യാപകനായ ഹബീബ് മാസ്റ്റർ, ഈ സ്കൂളിൽ നിന്ന് റിട്ടയർമെൻറ്റിൽ പോയ സലീന ടീച്ചർ, മറ്റു ഈ പരിപാടിയുടെ അഭിവാജ്യ ഘടകങ്ങളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ,
രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, 119 കൊല്ലക്കാലത്തെ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ നുകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഒരുപാട് കലാലയത്തിൻ്റെ അറിവ് നുകർന്നു കൊടുത്ത് ഈ കലാലയത്തിൽ നിന്നും ഒരുപാട് പ്രതിഭകളെ വാർത്തെടുത്ത ഈ അറിവിൻ്റെ മുത്തശ്ശിയുടെ 119ാമത്തെ വാർഷികമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളും നമ്മുടെ പിതാക്കളും ഒക്കെ പഠിച്ചിറങ്ങിയ ഒരു സ്കൂളാണ് ഈ സ്കൂൾ എന്ന കാര്യത്തിൽ നമുക്കൊക്കെ അഭിമാനിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ നമ്മളെ സ്കൂളിന് നിലവിലുള്ള വളരെ ശോചനീയമായൊരു അവസ്ഥയാണ്. കാരണം തൊട്ടടുത്ത് അങ്ങാടിയാണ്, ഒരു ഗ്രൗണ്ടിന് സംവിധാനമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അപ്പോൾ നമുക്കതിന് സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രാരംഭ നടപടികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ബഷീറൊക്കെ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. ഞാൻ കൂടുതലായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ കുട്ടികളെ പരിപാടിയൊക്കെ നടക്കാൻ ബാക്കിയുള്ളതാണ്. അപ്പോൾ അതിന് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നിന്ന് പറയുകയുണ്ടായി, കഴിവിൻ്റെ പരമാവധി എല്ലാം ചെയ്തു തരാൻ. അപ്പോൾ നമ്മളെല്ലാ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ പുതിയ സ്ഥലത്ത് നമുക്കൊരു സ്കൂൾ വരണം. ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് 120ാമത്തെ വാർഷികം ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി വമ്പിച്ച പരിപാടിയാക്കി മാറ്റാനുള്ള എല്ലാവിധ സഹായങ്ങളും സർവേശ്വരനായ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സർ. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി അഡ്വക്കേറ്റ് ഹനീഫ പെരിഞ്ചേരി അവരെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനമുള്ള അധ്യക്ഷൻ KP ഇബ്രാഹിം, ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നുഹ്മാൻ ഷിബിലി, സുഹറ കുഴിയങ്ങൽ, രാംദാസ്, പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ വെങ്കിട്ട ബഷീർ, ജാഫർ കുഴിയങ്ങൽ, നമ്മുടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപക HM ശ്രീമതി രാധിക ടീച്ചർ, ഹബീബ്, മറ്റു വേദിയിൽ ഇരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാർ, പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു വേദിയല്ല ഇത്. മക്കരപ്പറമ്പ MALP സ്കൂൾ, മദ്രസത്തുൽ അലവിയ എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂൾ, 1906 സ്ഥാപിച്ച 2026 120 വർഷം പൂർത്തിയാകുന്ന സ്കൂളിലെ